ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, കണ്ണുനീര് വരാത്തവര് ആരുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കമന്റ് ഇടണം കേട്ടാ. കാരണം ഈ ഒരു വീഡിയോ ഒരു മുതലാളി ഒരു സ്റ്റാഫും തമ്മിലുള്ള ആ സ്നേഹബന്ധമാണ്. പക്ഷെ അതല്ല എന്നെ ഒരു അതിശയപ്പെടുത്തിയത്, അതിൽ വരുന്ന ഒരുപാട് മില്യൺ കണക്കിന് കമന്റുകളാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ചില കമന്റുകൾ നിങ്ങൾക്ക് വായിക്കാം. ആദ്യമായിട്ട് തന്നെ ഒരാൾ പറയുന്നത് കണ്ണ് നിറഞ്ഞ നിമിഷമാണ് ആ വീഡിയോ കണ്ടിരുന്നത്. പിന്നെ ഒരാൾ പറയുന്നു, ഒരു ചേച്ചി പറയുന്നത് ആ ചേച്ചിയുടെ കണ്ണുനീരിൽ കൂടുതൽ എൻ്റെ കണ്ണുനീര് വന്നു പോയിന്ന് വേറൊരാൾ പറയുന്നത്. പിന്നെ ഒരാൾ പറയുന്നത് ആ മുതലാളിക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനും അവരുടെ ബിസിനസ്സിനും ഒക്കെ ഹൈറ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിനം ശുശുദിനം ആകുവാൻ നമ്മൾ ഒരു ദേവാലയത്തിലും പോകേണ്ട ആവശ്യമില്ല. പകരം ഇതുപോലെ ഈശ്വരൻ കൂടിയിരിക്കുന്ന ഒരു നന്മ മനസ്സുള്ള ഒരാൾ മതി. എങ്ങനെയുള്ള കമൻ്റ് അല്ലേ! നല്ല മനുഷ്യരുള്ള ലോകം എത്ര മനോഹരമാണ്. ഒരു കമൻറ്റുകളല്ലേ. ചില ആൾ എഴുതിയ കമൻ്റ് അറിയോ, കരയിപ്പിക്കാനും വേണ്ടിയിട്ട് ഓരോരോ വീഡിയോകൾ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് വല്ലാതിട്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് വായിൻ ചില ആൾക്കാർ. മനസ്സിനെ തൊട്ടുരുമ്പിയ ഒരു വീഡിയോ ആണ് അടുത്ത ആൾ പറയുന്നത്. പിന്നെ ഒരു പെങ്ങളുട്ടി പറയുന്നത് അറിയോ, ആ കുട്ടിക്ക് ഈ സമയം കൊടുത്ത സന്തോഷം മാത്രം മതി നിങ്ങളുടെ ഉയർച്ചക്ക്. അവരാ ഗർഭിണിയായ സമയത്തായിരിക്കും കൊടുത്തത് കൊണ്ടായിരിക്കും ആ ഒരു കമൻ്റ് ഇട്ടത്. എന്നിരുന്നാലും അടിപൊളിയാണ് കേട്ടോ. കിടിലം മുതലാളിയും അതിനൊത്ത സ്റ്റാഫ് ഓരോന്നിനും ഓരോരോ ഇതായിട്ടാണ്. പിന്നെ ഒരുപാട് ഇഷ്ടം, സന്തോഷം. ഇങ്ങനെയുള്ള മുതലാളിമാരും ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടി ഓർമ്മിച്ചതിന് നന്ദി. കൊറോണ സമയത്ത് ഗതികേട് കൊണ്ട് ഗവൺമെൻറ്റിലെ വിലക്ക് ലംഘിപ്പിച്ച് ജോലി ചെയ്യിപ്പിച്ച് ശമ്പളം തരാത്ത കുറേ മുതലാളിമാർ ഉണ്ട്. അവർക്കും ഇതൊരു പാഠമാണ്. എന്തെല്ലാം കണ്ടുപഠിക്കണം ചില സ്ഥാപന മുതലാളികളും. കറക്റ്റ്, ഇതെല്ലാം കണ്ടുപഠിക്കേണ്ടതാണ്. ചിന്തിപ്പിക്കാൻ ചേർത്ത് നിർത്തുമെന്ന് മറ്റുള്ളവർ ഉപദേശം നൽകിയ നല്ലൊരു വീഡിയോ. ഇതിനായി മുന്നോട്ട് വന്ന സന്മനസ്സുള്ളവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എന്തല്ല ഇങ്ങനത്തെ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇല്ലേ മനസ്സ് നിറഞ്ഞു